ഹായ് ഫ്രണ്ട്സ്, എയറോക്സി ട്യൂബിൻ്റെ പ്രവർത്തന രീതിയും അതുപോലെ തന്നെ അത് എങ്ങനെ ടാങ്കിൽ സെറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. നമ്മൾ വെള്ളത്തിൽ എയറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പല തരം സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്ന് എയർ സ്റ്റോണാണ്, ഒന്ന് ഡിസ്ക് ഡിഫ്യൂസേഴ്സാണ്, വേറൊന്ന് മറ്റേ എയറോക്സി ട്യൂബാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എയറോക്സി ട്യൂബിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ ഔട്ടർ ഡയമീറ്റർ 25 mm, ഇന്നർ ഡയമീറ്റർ 15 mm ആണ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ബബിൾസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ബബിൾ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറോക്സി ട്യൂബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സർഫസ് ഏരിയ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. എയറിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെറിയ ബബിൾസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ചെറിയ ഓട്ടകളുണ്ട്. ആ ഓട്ടകളിൽ കൂടെയാണ് വായു പുറത്തേക്ക് വരുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ കംപ്രസർ ഉപയോഗിച്ച് എയർ പമ്പുകൾ ഉപയോഗിച്ചിട്ട് എയർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ചെറിയ ബബിൾസ് വരും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഫ്രെയിം, ടാർപാളിൻ ടാങ്ക്സ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രെയിം വേണം. ആ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ ആണ് നമ്മൾ ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എയറോക്സി ട്യൂബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുകയാണ്. PVC-യിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. PVC ഫ്രെയിം 1 meter by 1 meter സൈസിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ എയറോക്സി ട്യൂബ് വെച്ച് കെട്ടും. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രെയിമിൻ്റെ ഉള്ളിൽ, PVC ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ കേബിൾ ടൈ ഉപയോഗിച്ച് എയറോക്സി ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. കേബിൾ ടൈ ഉപയോഗിച്ച് എയറോക്സി ട്യൂബ് ഫിക്സ് ചെയ്തു. നമ്മളൊരു ടീ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കണക്ടർ കൊടുത്ത് മറ്റേ എയർ വരുന്ന സ്ഥലം കണക്ട് ചെയ്യാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എയർ വരുന്ന ഓസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഇത് ഇതിൻ്റെ മറ്റേ അറ്റം നമ്മൾ മറ്റേ എയർ പമ്പിലേക്ക് കണക്ട് ചെയ്യുന്നതായിരുന്നു. അതായത് എയർ പമ്പിലേക്ക് പോകുന്നത്, ഇത് എയർ പമ്പിലേക്ക് പോകുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മൾ എയറോക്സി ട്യൂബ് കണക്ട് ചെയ്തിട്ട് എയറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും ചെറിയ ബബിൾസാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ടാങ്കിൻ്റെ വെള്ളം നല്ലപോലെ നിറഞ്ഞു കഴിഞ്ഞാൽ ആ ബബിൾ ഇത്രയും അടിയിൽ നിന്ന് വരുമ്പോൾ അത്രയും നേരം നമ്മുടെ എയർ വെള്ളത്തിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എയറേഷൻ കൊടുക്കുന്നതിൻ്റെ എഫക്റ്റ് കൂടും. അതായത് DO ലെവൽ കൂട്ടിയെടുക്കാൻ നമുക്ക് എയറോക്സി ട്യൂബ് വളരെ സഹായകരമാണ്.